ഏരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാമത് വാർഷികവും ISO പ്രഖ്യാപനവും നടന്നു. Bima Building Contractors, Anjal, Agastikoda. Contact 9442 89218 37847. ഏരൂർ ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്തിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡിലും വാർഷികങ്ങളെല്ലാം കഴിഞ്ഞ് പഞ്ചായത്തിൽ ഉൾപ്പെട്ട CDS വാർഷികമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. കുടുംബശ്രീയുടെ ലക്ഷ്യം എന്താണെന്നും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ 26 വർഷം കുടുംബശ്രീ രൂപീകരിച്ചിട്ട് 26 വർഷം പൂർത്തീകരിച്ച് 27ാമത്തെ വർഷത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം, ലഘു സമ്പാദ്യം, അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇതൊക്കെ നമ്മൾ ഒരു പരിധിവരെ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഈ പ്രസ്ഥാനത്തിന് തുടങ്ങിയതും അതോടൊപ്പം അതിൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ ഏകദേശം നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. സ്ത്രീ ശാക്തീകരണത്തിലൂടെ വന്ന നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയ നമ്മളെല്ലാവരും ഇങ്ങനെ അവരവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ഒരു സ്റ്റേജിൽ കൂടിയിരിക്കാൻ നമുക്കൊരു ശക്തി തന്നത് നമ്മുടെ കുടുംബശ്രീ മുഖേനയാണ്. അതുപോലെ തന്നെ ലഘു സമ്പാദ്യ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരു കുടുംബശ്രീ യൂണിറ്റിൽ 20 അല്ലെങ്കിൽ 15, 10-ൽ മുകളിൽ 25 അംഗങ്ങൾ വരെ ഉള്ള കുടുംബശ്രീകളുണ്ട്. ആ കുടുംബശ്രീ അംഗങ്ങളുടെ എല്ലാം ആഴ്ചയിൽ നമ്മൾ കുറേശ്ശെ പൈസ ഇട്ട് സമ്പാദിച്ച് ആ സമ്പാദ്യം ഒത്തൊരുമിച്ച് കൂട്ടി നമ്മുടെ അംഗങ്ങളിലെ ആരുടെയെങ്കിലും ഒരാവശ്യം നിറവേറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു സമ്പാദ്യം നമുക്കുണ്ടാകാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ആ സമ്പാദ്യം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപകരിക്കാനും കഴിഞ്ഞു. C. അംബികാകുമാരി ISO പ്രഖ്യാപനം നടത്തി. CDS ചെയർപേഴ്സൺ T. സജീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് V. രാജി, അംഗങ്ങളായ ഡോൺ വി രാജ്, ഷൈൻ ബാബു, T. അജയൻ, പ്രസന്ന ഗണേശ്, സുജിത അജി, MB നസീർ, ഫൗസിയ ഷംനാഥ്, ചിന്നു വിനോദ്, S. മഞ്ജുലേഖ എന്നിവർ സംസാരിച്ചു.